ഞാൻ അപ്പച്ചീനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, മറിക്കാൻ പൈസ 10,000 മറിക്കാൻ പറ്റും നോക്കട്ടെ. ഇങ്ങനെ ഇനി ലഡ്ഡു കിട്ടിട്ട് ഇങ്ങനെ നമ്മളെടുത്ത് തിന്നു. നിങ്ങൾ പോയി വേഗം വിളി മനുഷ്യ, പൈസ കൊടു. അപ്പച്ചി വിളിച്ചെടുക്കുന്നു. കണ്ണാടി കാണാനില്ലല്ലേ, ഒന്നും കാണാൻ വയ്യ. ഹലോ ഹലോ, ആരടാ? ആരുവെന്ന്? കണ്ണൻ. ആ കണ്ണനാ, പറയ മോനെ. അപ്പച്ചി അതെ, ഒരു 10,000 രൂപ മറിക്കാൻ കിട്ടുമോ? മോനെ ഒരു മാസം മുമ്പ് മേടിച്ച എന്റെ 10,000 രൂപ വിവരമില്ലല്ലോടാ, കൊണ്ടുപോടാ ഇവിടെ. വേണ്ട, വേണ്ട 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 വേണ്ട. തെറി നായടാ മോനെ കാരണം പൈസക്ക് എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കും ഞാൻ? കൊക്ക പുഴയുടെ അവന്റെ വയറ്റില്. പൈസ ചേട്ടൻ ഇപ്പോൾ 25,000 രൂപ നേടിയിരിക്കുന്നു. 50 ലഡുവാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ക്യാഷ് ആയിട്ട് കൊണ്ടുനടക്കാറില്ല ഇത്രയും വലിയ. ഓക്കെ, നമ്മൾ റിസർവ് ബാങ്കിൽ വിളിക്കും. ചേട്ടൻ റിസർവ് ബാങ്കിൽ വിളിക്കാൻ പോയിട്ടുണ്ട്. ഡയറക്റ്റ് അവിടെ നിന്ന് ബാങ്ക് ട്രാൻസ്ഫർ ആയി, മനസ്സിലായില്ലേ? അപ്പോ വെയിറ്റ് ചെയ്യണം. ചേട്ടൻ നമ്പർ ഒന്നും കാരണം ജിപേ തീർച്ചയായിട്ടും. അണ്ണാ, അങ്ങേർക്ക് ഷുഗർ കയറി ചത്തോന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് മരണത്തിന് ഉത്തരം പറയണ്ടല്ലോ. നിനക്ക് ഭ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയറിയില്ല. മക്കളെ തക്കടൂ, എന്തമ്മാ വെളിയിൽ നിന്നൊന്നും വാങ്ങിച്ച് തിന്നല്ലേ, ഷുഗറൊക്കെ കൂടിക്കിടക്കാണ്. ഡോക്ടർ പറഞ്ഞതൊക്കെ നിനക്കറിയാലോ. എനിക്ക് പിന്നെ അറിഞ്ഞൂടെ എന്റെ ശരീരം നോക്കാൻ. ഞാൻ പോയിട്ട് വരേ. ചോറുന്നതിന് മുന്നേ പിന്നെ ഞാൻ എത്തും. അമ്മാ, പിച്ചക്കാരനാ? ആ എന്തിനു മക്കളെ? ഉച്ചക്ക് കരുവാടി കറി കാണൂലേ? ഓ, ചാറേ തരുവുള്ളു കേട്ടാ. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവ.